പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജിമ്മി ഊസോയെ സംബന്ധിച്ചാണ്. ജിമ്മി ഊസോയ്ക്ക് നിലവിൽ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ജിമ്മി ഊസോയ്ക്ക് യഥാർത്ഥത്തിലുള്ള ഇഞ്ചുറിയാണ് പറ്റിയിട്ടുള്ളത്, സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയല്ല. അതുകൊണ്ടാണ് ജിമ്മി ഊസോയെ ബ്ലഡ് ലൈനിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അതുപോലെ തന്നെ ടാമ ടോങ്ക ബ്രൂട്ടലായി ആക്രമിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിമ്മി ഊസോയുടെ ഇഞ്ചുറി എത്തരത്തിലുള്ള ഉള്ളതാണെന്നുള്ളതും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ജിമ്മി ഊസോ ഇനി എപ്പോഴാണ് തിരികെ വരിക എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ജിമ്മി ഊസോയുടെ ഇഞ്ചുറി വലിയ സീരിയസ് ആയിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചുള്ളതാണ്. 2024 ഡ്രാഫ്റ്റിൽ റോമൻ റെയിൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത WWE തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ശനിയാഴ്ച ആരംഭിക്കാൻ പോകുന്ന ഡ്രാഫ്റ്റിൻ്റെ ആദ്യ ദിവസത്തിൽ ഏതൊക്കെ സൂപ്പർ സ്റ്റാർസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന ഡ്രാഫ്റ്റ് പോൾ ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ റോമൻ റെയിൻസിനെയും കൂടി നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. റോമൻ റെയിൻസിനെ കൂടാതെ സൂപ്പർ താരങ്ങളായ ഷെയ്മസ്, റാൻഡി ഓർട്ടൻ, ജെ ഊസോ തുടങ്ങിയവരൊക്കെ ആ ഒരു ലിസ്റ്റിലുണ്ട്. കൂടാതെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ നിലവിലെ ലീഡറായ സോളോ സിക്കോവ, ടാമ ടോങ്ക തുടങ്ങിയവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ് ബ്രദേഴ്സ്, ഷെയ്ന ബേസ്ലർ, സെത്ത് റോളിൻസ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയ സൂപ്പർ താരങ്ങളും ഉണ്ട്. കൂടാതെ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അപ്പിയർ ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. റോമൻ റെയിൻസ് നിലവിൽ സിനിമാ തിരക്കുകളിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോമൻ റെയിൻസിനെ മിക്കവാറും ആദ്യ ഒരു ഡ്രാഫ്റ്റായിട്ട് തന്നെ സ്മാക്ഡൗൺ ബ്രാൻഡിൽ നിലനിർത്താൻ തന്നെയായിരിക്കും സാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.